ഫറവോയുടെ അടിമത്തത്തിൽ കടന്നിരുന്ന ഇസ്രായേൽക്കാരെ രക്ഷിക്കുവാനായിട്ട് മോശയെ ദൈവം തിരഞ്ഞെടുത്തു. അതുപോലെ ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകനായിട്ട് ഈശോയാകുന്ന വചനത്തെ ഈ കാലഘട്ടത്തിലേക്ക്, യുവജനങ്ങളിലേക്ക്, അൽമായരിലേക്ക്, വിശ്വാസികളിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ഒരു പ്രവാചകനാണ് നമ്മുടെ മുൻപിൽ ഇപ്പോൾ ഇരിക്കുന്ന തോമസ് പോൾ ബ്രദർ. ഈ ദിവസങ്ങളിലായിട്ട് നമ്മൾ ദൈവവചനമാകുന്ന ശുദ്ധജലം പാനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് അമലോത്ഭവ തിരുനാളിൻ്റെ ഈ വിശുദ്ധ ദിനത്തിൽ ആ പാനം ചെയ്യൽ അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും. ഞാനും സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുകയും കോളേജിൽ, അസംഷൻ കോളേജിൽ പഠിപ്പിക്കുകയും കുട്ടികളെ മെൻറ്ററിങ് നടത്തുകയും ഒക്കെ ചെയ്യുന്നൊരു ടീച്ചറാണ്. പക്ഷേ ഇന്ന് റാസ കുർബാനയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ, വിശുദ്ധ കുർബാനയെക്കുറിച്ച്, സ്വർഗസ്വനായ പിതാവ് എന്ന പ്രാർത്ഥനയെക്കുറിച്ച്, അബ്രാഹത്തിൻ്റെ ബലി, ഇതെല്ലാം കേട്ടതിന് ശേഷം ഇന്ന് പങ്കെടുത്ത റാസ കുർബാനയിൽ ബ്രദർ പറഞ്ഞതുപോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണാടി വെച്ചിട്ടുണ്ട്. കണ്ണ് ഭയങ്കര മൂടൽ. ഞാൻ നോക്കിയപ്പോൾ കണ്ണുനീര് വന്നിട്ട് കണ്ണുനീര് കൊണ്ട് നനഞ്ഞു. ഞാൻ പിന്നെ കണ്ണാടി എടുത്ത് മാറ്റി വെച്ചു. വിശുദ്ധ കുർബാന മുഴുവൻ സമയവും അതിൽ പങ്കെടുക്കുകയായിരുന്നു. ഞാൻ 3 വർഷമായിട്ട് എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ലഭിച്ച ഈ പുതിയ അനുഭവം അത് ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ കൃപ എല്ലാ ദിവസവും ലഭിക്കണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം 1-2 കാര്യങ്ങളും കൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സുകളിൽ ചിലർ പറയാതെ പോയ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഗോൾഡൻ റൂള് ബ്രദർ ആദ്യമായിട്ട് ചായ ഉണ്ടാക്കി വീട്ടിൽ കൊടുത്ത സംഭവം നമ്മളോട് വിവരിച്ചായിരുന്നു. മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുവിൻ. എനിക്ക് തോന്നുന്നു ഈ കാര്യം നമ്മളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ കുടുംബത്തിലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും ഒക്കെയുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനായിട്ട് ഈ വചനം പ്രവൃത്തി തലത്തിൽ കൊണ്ടുവന്നാൽ സാധിക്കുമെന്ന്. അതുപോലെ ബ്രദറിൻ്റെ ഈ ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം ചത്തതാവുന്നു നമ്മൾ കേട്ടിട്ടുണ്ട്. പലരും പ്രസംഗിക്കും, പക്ഷേ പ്രവൃത്തിയിലൊന്നും കാണിക്കുകയില്ല. എന്നാൽ ബ്രദറിൻ്റെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ബ്രദർ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങളിലൂടെ എല്ലാം പ്രസരിക്കുന്നത്, ബ്രദറിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രസരിപ്പ് ഞങ്ങൾക്ക് കാണാമായിരുന്നു. അപ്പോൾ അത് വലിയൊരു അനുഭവമായിട്ട് ഞങ്ങൾക്ക് തോന്നി. അതുപോലെ യൗസേപ്പ് പിതാവിൻ്റെയും മാതാവിൻ്റെയും കാര്യം പറഞ്ഞു, മൗനത്തെക്കുറിച്ച്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലെ പല പ്രശ്നങ്ങൾക്കും കാരണം 1 പറയുമ്പോൾ 2 പറയുന്ന ഒരു സ്വഭാവം. അതിന് ഏറ്റവും വലിയ ഒരു റെമഡിയായിട്ട് എനിക്ക് തോന്നുകയാണ്. എല്ലാത്തിനും മറുപടി പറയണ്ട, മൗനത്തിൽ നമ്മൾ കർത്താവുമായിട്ട് അടുത്തിരിക്കുക, പരിശുദ്ധാരൂപിയുമായിട്ട് അടുത്തിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വീട്ടിലെ പ്രശ്നങ്ങളാണേലും പ്രതിസന്ധികളാണേലും നമുക്കതിൽ നിന്ന് മോചനം കിട്ടും. അതുപോലെ ബ്രദറിനെ എല്ലാ ആയുസ്സും ആരോഗ്യവും ദൈവാനുഗ്രഹവും കൂടുതലായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം ബ്രദറിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ ഞാൻ ഓർത്ത് ഇനിയും കോളേജിൽ ജോലിക്ക് പോകണമോ, എന്താണ് വേണ്ടതെന്നൊരു ടെൻഷൻ വന്നു. പക്ഷേ പിന്നെ എനിക്ക് തന്നെ ഒരു വിവേകം ലഭിച്ചു. ഞാനായിരിക്കുന്ന മണ്ഡലങ്ങളിൽ ക്രിസ്തുവിനെ കൊടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ മണ്ഡലങ്ങളിൽ ഈശോയെ കൊടുത്തുകൊണ്ട് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ള വലിയ ഒരു ആശയമാണ് എനിക്ക് കിട്ടിയത്. എല്ലാവർക്കും നന്ദി, ബ്രദറിൻ്റെ നന്ദി, ദൈവത്തിന് നന്ദി.